എന്നുവെച്ചാൽ 12 വർഷം മുമ്പ് നമ്മളൊരു എസ്റ്റീമിൽ ഇങ്ങനെ വന്ന് ഓർക്കുന്നുണ്ടോ? കുഞ്ഞ് എസ്റ്റീമിൽ കുറേ ചട്ടിയും പാത്രവും ഒക്കെ ഞങ്ങൾ കരുതി കൊണ്ട് അച്ഛൻ എന്താ ഇതിലല്ലേ, എവിടെയായിരുന്നു? റേഡിയോയിൽ അല്ല, റേഡിയോയിലുണ്ടായിരുന്നു. പിന്നെ റേഡിയോയിലുണ്ടായിരുന്നു. പിന്നെ എന്തിലായിരുന്നു? ഒലിവിലുണ്ടായിരുന്നു. ഞാൻ മിംസിൽ വർക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ നിധിക്കുട്ടനെയും കൊണ്ട്, നിധിക്കുട്ടൻ ഒരു 1.5 വയസ്സ്, ഞങ്ങളൊരു എസ്റ്റീമിൽ സാമൻചാനൊക്കെ കൊണ്ടുവിട്ട കുറേ ചട്ടിയും പാത്രവും കൊണ്ടിങ്ങനെ ഞങ്ങളെ കൊണ്ടുവിടി ഇങ്ങനെ കോഴിക്കോട് കൊണ്ട് ഇറക്കിയത് ഓർക്കുന്നു ഇപ്പം. കോഴിക്കോട് KLFന് വേണ്ടി അപ്പം എന്ത് മുമ്പേ രജിസ്റ്റർ ചെയ്തതാണെന്നറിയാം. പക്ഷെ പാവത്താന് ആദ്യത്തെ ദിവസം പോയി, പിന്നെ പനി അടിച്ചു, പനിയായിട്ട് തിരിച്ചു വന്നു കേട്ടോ. പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല, ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ശനിയാഴ്ച തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര പ്രോത്സാഹിപ്പിച്ചില്ല, പനിയായതുകൊണ്ട്. പക്ഷെ പനി വകവയ്ക്കാനാണ് അന്ന് പോയത്. പിന്നെ അവിടെ റൂം എടുത്തു. ഇതിക്കുട്ടിന് 1.5 വയസ്സിലാണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പം ഓർമ്മയുണ്ടോ? എല്ലാം വീട് ഓർമ്മയുണ്ടല്ലേ? അവിടെ 26ന് പോകാമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ 2010-12 കാലങ്ങളിൽ ജോലി ചെയ്ത മിംസ്. മിംസിന് പറ്റി അന്ന് പച്ച കളറായിരുന്നു. ഇവിടുന്ന് ഈ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നുമില്ല. ആകെ ഒരു കടയുണ്ട്, ഭക്ഷണം കഴിക്കാൻ റൂമുകളില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവമേ, ഇവിടുന്ന് ഇങ്ങനെ നടന്ന പോവാ. ഇവിടെ നടന്നിട്ട് നൈറ്റൊക്കെ കഴിഞ്ഞ് കോഴിക്കോട്ട് അസ്തമന സൂര്യനെ കാണാൻ എന്തോ നല്ല ഭംഗിയുണ്ട്. എനിക്കൊന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോകുന്നോണ്ടായിരിക്കുമല്ലേ. അപ്പോൾ ഭയങ്കര ത്രില്ഡ് ആട്ടോ. അപ്പയുടെ ഇത് റേഡിയോ സ്റ്റേഷൻ നമ്മൾ വർക്ക് കണ്ടു. KLFിൻ്റെ ഫുഡ് കോർട്ട് പാരഗൺ ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ബിരിയാണി മേടിച്ചു, അപ്പം മേടിച്ചു, പിന്നെ മേടിച്ചു നമ്മൾ കാരമൽ കസ്റ്റർഡ് മേടിച്ചു, പിന്നെ മേടിച്ചു നമ്മൾ മാംഗോ ഫിഷ് കറി മേടിച്ചു, ബട്ടൂര മേടിച്ചു. നല്ല ഫുഡ് കോർട്ടാണ്. അങ്ങനെ ഒരു പുതിയ അനുഭവം, എൻ്റെ ആദ്യത്തെ അനുഭവം ശരിക്കും. മക്കളുടെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, ലിറ്ററേച്ചർ സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെയും വന്നിട്ടില്ല. ആ ഡെലിഗേറ്റ്സിൻ്റെ ബാഡ്ജും എന്താ പറയുക ബാഗും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ അപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാനില്ല പൊട്ടനാട്ടം കാണുന്നവരെ അതിൻ്റെ പുറകെ നടക്കുന്നതേ ഉള്ളൂ. ആർക്കും വലിയ എഴുത്തുകാരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ മനസ്സിലായതുപോലെയൊക്കെ തലയടി. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾക്കൊരു പ്രൊഫഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒതുങ്ങിക്കൂടരുതെന്ന് എനിക്കിതിൽ തോന്നിയിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങളൊക്കെ പോയി കാണുകയും മറ്റുള്ളവരോട് ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എനിക്ക് പനിയായതെന്ന് പറയാം, പിച്ചും പേയും പറയുന്നു വരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു. എന്തെങ്കിലും പറയപ്പോ എന്തൊക്കെയോ. ഇല്ല, ഇവിടെ ആകുമ്പോൾ നമുക്കതെല്ലാം കാണാം. കടല് കാണാം, തിരമാല കാണാം, പിന്നെ വേറെന്താണ്, ജനങ്ങളെ കാണാം. എഴുത്തുകാരി ഇടയ്ക്കിടയ്ക്ക് വട്ടാവും. ശരി, അവരിച്ചിരി വട്ടാണല്ലോ. ശരി, അപ്പൊ നിനക്ക് അപ്പഴേ വേണ്ട. എന്തോ പറ്റിയത് അറിഞ്ഞൂടാ ആർക്കും. അപ്പൊ KLF വന്ന് കിടന്നു. പപ്പാജി ക്ഷീണം, ചാർജില്ല. KLF ബാഗ് കേട്ട് അപ്പ ഇനി ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പിന്നെ പൈനാപ്പിൾ, പിന്നെ എന്താ ഉള്ളത് കേട്ടോ, പിന്നെ ക്യാരറ്റ്, എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ ഏത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. തിന്നിട്ടില്ല. അപ്പയ്ക്ക് വേണോ? അപ്പയ്ക്ക് വേണ്ട തോന്നുന്നു. അപ്പം വയറ്റിന് പനിയായതുകൊണ്ട് അപ്പയ്ക്ക് വേണ്ട.
ഇവിടെ സിഗ്നേച്ചർ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ബുക്ക് വാങ്ങിയിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് അവിടെ അവർ കയ്യോടുകൂടെ നമുക്ക് നമ്മുടെ കോപ്പി കിട്ടും. അങ്ങനെയാണ് കുറേ ബുക്സൊക്കെ ഞാനും ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ എനിക്കിതുമായിട്ട് വലിയ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയില്ല. പിന്നെ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു സന്തോഷമായിരുന്നു. ഞങ്ങൾ കുറച്ച് ബുക്കൊക്കെ ഞങ്ങൾ നോക്കി 2-3 ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബുക്കിനെ പറ്റി എനിക്കില്ലെങ്കിലും അവരെ ചെയ്യിപ്പിക്കും. പക്ഷെ ഞാൻ ഇനി വായിക്കും എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതന്നെ അപ്പയുടെ സന്തോഷം. നമ്മൾ ജെൻസി, ജെൻ ആൽഫ അങ്ങനെ കുട്ടികളെയൊക്കെ നമ്മൾ പരാതികളാണ് കൂടുതൽ പറയാറ്. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ കുറേ കുഞ്ഞു പിള്ളേർ, അതായത് 20s പിള്ളേർ എങ്ങനെയാ അവർ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നത്, കൂട്ടായ്മ ഉള്ളത്. അതൊരു നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. അവരുടെ സമയം ഇങ്ങനെ പടം വരയ്ക്കുന്ന ആദ്യമായിട്ട് ഇതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുറേ പേര് എൻ്റെ വീഡിയോ എടുക്കാൻ ചുറ്റും, ഞാൻ എൻ്റെ നടുക്കിങ്ങനെ മോഡലായിട്ട് ഇരിക്കുന്നു, അദ്ദേഹം എൻ്റെ കാരിക്കേച്ചർ വരയ്ക്കുന്നു. അത് ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല സമയമായിരുന്നു, അടിപൊളിയായിരുന്നു.